പ്രതിപക്ഷ ഉപനേതാവിനെ സംബന്ധിച്ച തർക്കം മൂത്തതോടെ LDF-ൽ അസാധാരണ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാനാകാത്തതാണ് മുന്നണിയിൽ പ്രതിസന്ധി ആയിരിക്കുന്നത്. ചൊവ്വാഴ്ച നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കാനിരിക്കെ ഭിന്നത പരിഹരിക്കാനാണ് ശ്രമം. സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് LDF ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു, MLA-മാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ ഒരു തവണ പോലും മുന്നണിയിലെ എല്ലാ MLA-മാരെയും ഒരുമിച്ചിരുത്തി യോഗം ചേരാനായിട്ടില്ല. സഭാതലത്തിലെ ഏകോപനത്തിനും നിയമസഭാ കക്ഷിയുടെ പൊതുവായ പ്രവർത്തനങ്ങൾക്കും മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരേണ്ടത് അനിവാര്യമാണ്. നിയമസഭാ കക്ഷിയുടെ സെക്രട്ടറിയെയും വിപ്പിനെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് CPIM-നും CPI-ക്കും ഇടയിലുള്ള തർക്കം രൂക്ഷമായതിനാൽ ഇതുവരെ യോഗം ചേരാനായിട്ടില്ല. മുന്നണിയുടെ നേതൃത്വം CPIM-ൽ മാത്രം കേന്ദ്രീകരിക്കാതിരിക്കാൻ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചേ തീരുവെന്നാണ് CPI-യുടെ നിലപാട്. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കാനാവില്ലെന്നാണ് CPIM-ന്റെ നിലപാട്. ചൊവ്വാഴ്ച നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ച തുടങ്ങാനിരിക്കെ സംയുക്ത നിയമസഭാ കക്ഷി യോഗം നടന്നില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.